1 കിലോ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് വാങ്ങാൻ പറ്റും. ശരിക്കും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1991 1 കിലോ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് 3.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ ഒരു ടൈം നമ്മളെ പൈസ ചെലവാക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കാർ വാങ്ങുകയാണെങ്കിൽ Maruti 800 വാങ്ങാൻ പറ്റും. പിന്നെ അതേ പൈസ നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കാണ്. 2005 നമ്മൾ ഇത് വാങ്ങാൻ പ്ലാനെങ്കിൽ ആ ടൈം സ്വർണത്തിന്റെ വില ഏകദേശം 7 ലക്ഷം രൂപ വരും 1 കിലോ സ്വർണത്തിന്റെ വില. ഓക്കെ, അപ്പം ആ പൈസ കൊണ്ട് ഏകദേശം നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ വാങ്ങാൻ പറ്റും. ഇനി 2014 വരെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം 28 ലക്ഷം രൂപയാണ് അതിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ആ ഒരു പൈസക്ക് ഒരു ഫോർച്യൂണർ വാങ്ങാൻ പറ്റും. ഇനിയിപ്പോൾ 2025 ഇപ്പോൾ കറന്റ് ആണെങ്കിൽ അറിയാലോ സ്വർണത്തിന്റെ വില പിന്നെയും കൂടി. ഇപ്പം ആ ഒരു കിലോ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് 90 lakhs റുപ്പീസാണ്. 95 lakhs റുപ്പീസ് വരും. അപ്പം ആ ഒരു പൈസക്ക് ബെൻസ് ഇ ക്ലാസ് തന്നെ വാങ്ങാൻ പറ്റും. ഓക്കെ, ഇനി ഇതേ സ്വർണം നമ്മളൊരു 2065 വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം സ്വർണത്തിന്റെ വില ഒരു 50 കോടി വരും. അപ്പൊ ആ ഒരു പൈസക്ക് ഈസി ആയിട്ട് പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കൂടെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ 1 കിലോ സ്വർണ്ണം എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2065 എനിക്ക് ഒരു പ്രൈവറ്റ് ജെറ്റ് മേടിക്കാം അല്ലേ?